ഈ മലയോര മേഖലയിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. ഞാനും ഷെബീറൊക്കെ ഉൾക്കൊള്ളുന്ന ഈ മേഖല, പ്രത്യേകിച്ച് വന്യജീവി പ്രശ്നമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. നിരവധി ആളുകളാണ് അന്നാം ദിവസം അന്നം തേടിയിറങ്ങിയ നിരവധി മനുഷ്യരാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് LDF സർക്കാരിൻ്റെ 2 വനമന്ത്രിമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്ത് പദ്ധതികളാണ് ഇവിടെ നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിനു വേണ്ടി? ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ നാട്, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ മുൻകൂർ ഇവിടെ പറഞ്ഞു, യഥാർത്ഥ പ്രശ്നം 1972 വന്യജീവി നിയമം തന്നെയാണ്. അത് നിങ്ങളത് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും അത് തന്നെയാണ് പ്രശ്നം. ഇന്ദിരാഗാന്ധി രാജ്യത്ത് ഭരിക്കുമ്പോൾ ഈ നിയമം, ആ നിയമ ഭേദഗതി പിന്നീട് വാജ്പേയി സർക്കാർ ചെറിയ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിമിതി, അത് പരിമിതി തന്നെയല്ല, അല്ലെ ഗവൺമെൻറ്റിന് എന്താണ് പ്രശ്നം? എന്നാൽ പോലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുന്ന പന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ കൊലപ്പെടുത്താൻ ആവശ്യമായ നടപടി ഈ ഗവൺമെൻറ്റല്ലേ നടപ്പാക്കിയത്? അത് ചെറിയ കാര്യമാണ്. ഈ പ്രദേശത്ത് നമുക്കെല്ലാം അതിൻ്റെ പലവിധ പ്രയാസങ്ങളും മറികടന്നില്ല ഇപ്പോൾ. അതുമാത്രമാണോ? ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട അതിർത്തികളിൽ കോടിക്കണക്കിന് രൂപയുടെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ മലയോരത്ത്. ഈ മൂത്തയിടത്തും അതുപോലെ തന്നെ ഇവിടെ പടുക്കയിലും അതുപോലെ തന്നെ പോത്തുകല്ലിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. അതോടൊപ്പം തന്നെ ഫോറസ്റ്റിനകത്തുള്ള ചില പ്രത്യേക മരങ്ങളുണ്ട്, ഈ മഞ്ഞക്കൊന്ന പോലെയുള്ള മരങ്ങൾ. ഈ മരങ്ങൾ 100% ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഫോറസ്റ്റിൽ നിന്ന് നശിപ്പിച്ചു. ഫോറസ്റ്റിൻ്റെ ഇടപെടലാണ്, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ്. വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള കുളങ്ങൾ, വലിയ കുളങ്ങൾ നിരവധിയായ സ്ഥലത്ത് പൂർത്തീകരിച്ച് നമ്മുടെ പ്രദേശത്ത് 70% ആ പദ്ധതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്ന് പറയരുത്. സംഭവം ഒരു വൈകാരികമായ പ്രശ്നമാണ്. കുറച്ചും കൂടെ ആളുകൾ ഞാൻ പറയട്ടെ, കുറച്ചും കൂടെ ആളുകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുമല്ലോ അങ്ങനെയെല്ലാം പറയുമ്പോൾ. ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് വളരെ ആത്മാർത്ഥമായ ഇടപെടൽ കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനങ്ങളെടുത്ത് സാധ്യമാകുന്ന വിധം നിയമ ഭേദഗതി ഉൾപ്പെടെ കൊണ്ടുവന്ന ഗവൺമെൻറ്റാണ് സഖാവ് പിണറായി വിജയൻ്റെ സർക്കാർ. അതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസത്തിനും കേരളത്തിന് പൊതുവെ ഇല്ല. മറ്റൊരു പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചത്, കേരളത്തിനകത്ത് നടക്കുന്ന വികസനം. ഇവിടെ പറഞ്ഞല്ലോ, വികസനമാണ് നമ്മുടെ പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് അഭിമാന പുരസ്സരം മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ 9 കൊല്ലം നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മണ്ഡലം തന്നെ നോക്കൂ നിങ്ങൾ. നമ്മുടെ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ 2016 ഈ പറയുന്ന PV അൻവർ വിജയിക്കുന്നതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? അത് PV അൻവറിൻ്റെ വലിയ ജനകീയ ഇടപെടൽ കൊണ്ട് ജനങ്ങളാകെ PV അൻവർ വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കും. 30 കൊല്ലത്തെ വികസന മുരടിപ്പ്. കേരളത്തിനകത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂർ. ബഹുമാന്യനായ ആര്യാടൻ സാർ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്നു. പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിന് 30 കൊല്ലം കൊണ്ട് ഈ നാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെപ്പോലും അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. വികസന മുരടിപ്പിൽ നിന്ന് രക്ഷ നേടിയതാണ് 2016. ആ 2016 കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ലഭിച്ച ഒരു വർഷം കൂടിയാണ്. അത് നിലമ്പൂരിലും ഉണ്ടായി. നിങ്ങൾ നോക്കൂ, 2000-ലേറെ കോടി രൂപയുടെ പദ്ധതി ഈ മണ്ഡലത്തിൽ 9 കൊല്ലം കൊണ്ട് വരികയാണ്. എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖല, ഇതിന് പിറകിലൊരു സ്കൂളുണ്ട്, ഗവൺമെൻറ് സ്കൂളാണ്. 4.5 കോടി രൂപയാണ് ആ സ്കൂളിന് കൊടുത്തത്. ഒരു സ്കൂളിന് കൊടുത്ത പൈസയാണ്. ഈ മണ്ഡലത്തിൽ 22 PWD റോഡുകളുണ്ട്. 22 PWD റോഡുകൾ. അതിൽ 20 PWD റോഡുകളും BMBC നിലവാരത്തിൽ, ആധുനിക നിലവാരത്തിലാണ്. നോക്കൂ നിങ്ങൾ ഈ പ്രദേശത്ത് വഴിക്കുളം, മാമാങ്കര, ഈ പറയുന്ന എടക്കരയിൽ നിന്ന് പാലേമാട് വഴി ഏത് റോഡും റബ്ബറൈസ്ഡാണ്. ഈ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന മലയോര ഹൈവേ 165 കോടി രൂപയുടെ പദ്ധതി ഈ മണ്ഡലത്തിൽ മാത്രം നടന്ന് പൂർത്തിയായി. നമ്മൾ കാണുന്നില്ലേ, പൂക്കോട്ടും പാടത്തേക്ക് പണ്ട് പോകാൻ എത്ര സമയമുണ്ട്, ഇപ്പം പോകാൻ എത്ര സമയമുണ്ട്? ഒഴുകി പോവാണ് ഇപ്പോൾ, ഒരു പ്രയാസവും ഇല്ല. PWD റോഡ് മാത്രമല്ല, എല്ലാ റോഡുകൾക്ക് ആവശ്യമായ ഇവിടെ ഒരു ബൈപ്പാസ് നടക്കുന്നുണ്ട്. 4.5 കോടി രൂപ ഈ എടക്കരയിൽ അതിൻ്റെ പ്രവൃത്തി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 4.5 കോടി രൂപ ഭൂമി ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ട്രാഫിക് ജാം ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടി. നാടുകാണി ചുരം നിങ്ങൾ നോക്കൂ, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡർ കടന്ന് നാടുകാണി ചുരം കടന്നു വരുമ്പോൾ കേരളത്തിൻ്റെ ഭാഗം
നല്ല നിലയിൽ റബ്ബറൈസ്ഡ് ടാർ ചെയ്ത് വലിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലയിലും, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ. അത് മാത്രമല്ല, ഒറ്റ കാര്യം കൂടെ ഉണ്ട്. 2380 ലൈഫ് വീടാണ് ഈ മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ കൊടുത്തത്. ഒറ്റ കാര്യം കൂടെ 8000 പേര് കൃത്യം മാസം 8000 ആളുകൾ ഈ മണ്ഡലത്തിൽ മാസം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാ.